ട്രോജൻ കുതിരയെ അറിയില്ലേ? ട്രോജൻ യുദ്ധത്തിൽ ഗ്രീക്കുകാരുടെ വിജയത്തിന് ഹേതുവായ തടിക്കുതിര. ട്രോജൻ കുതിരയുടെ പൊള്ളയായ ഉൾവശത്ത് ഒളിച്ചിരുന്ന ഗ്രീക്ക് സൈനികർ ടോയി നഗരത്തിനുള്ളിൽ കയറിക്കൂടുകയും ക്രമേണ ടോയിയെ നശിപ്പിക്കുകയും ചെയ്തു. ട്രോജൻ കുതിരയെ ഓർമ്മിപ്പിക്കും വിധമാണ് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിൽ ജൂൺ 1 റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം. 1.5 വർഷത്തെ ആസൂത്രണം. തടി ക്യാബിനുകൾ റൂഫിൽ ഒളിപ്പിച്ചാണ് ഡ്രോണുകളെ റഷ്യയ്ക്കുള്ളിൽ കടത്തിയത്. ക്യാബിനുകളുമായി ഭീമൻ ട്രക്കുകൾ സൈബീരിയയിലേക്ക് അടക്കം റഷ്യയുടെ 5 തന്ത്രപ്രധാന എയർബേസുകൾക്ക് അടുത്തെത്തി. റിമോട്ട് കൺട്രോൾഡ് റൂഫുകൾ ഒരേ സമയം തുറന്ന ഡ്രോണുകൾ മുകളിലേക്ക് ഉയർന്നു. ടൂപേലം Tu-95 പോലുള്ള കരുത്തൻ ബോംബറുകളടക്കം 41 റഷ്യൻ യുദ്ധവിമാനങ്ങളെ തകർത്തു. അതായത് 13 പൂർണ്ണമായും നശിച്ചെന്നും മറ്റുള്ളവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചെന്നും ഉക്രൈൻ വാദം. ആധുനിക ലോകം കണ്ട ബുദ്ധിപരമായ യുദ്ധതന്ത്രം. റഷ്യയ്ക്ക് നാണക്കേട്. ലോകത്തെ ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ള ചാരന്മാരുള്ള റഷ്യയുടെ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിന്റെ മൂക്കിന്റെ തുമ്പത്തുണ്ടായ ആക്രമണം. പക്ഷേ ഉക്രൈന് എന്തെങ്കിലും ഗുണമുണ്ടായോ? റഷ്യ ആക്രമണം നിർത്തിയോ? ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങിയ അവസ്ഥയിലായി ഉക്രൈൻ. കലിപൂണ്ട റഷ്യ അന്ന് തുടങ്ങിയ ശക്തമായ ഡ്രോൺ ആക്രമണം നിർത്തിയിട്ടില്ല. സ്പൈഡേഴ്സ് വെബിൽ ഉക്രൈൻ 117 ഡ്രോണുകളാണ് പ്രയോഗിച്ചത്. എന്നാൽ റഷ്യ തിരിച്ചു പ്രയോഗിക്കുന്ന ഡ്രോണുകൾക്ക് കൈയും കണക്കുമില്ല. റഷ്യയുടെ ഡ്രോൺ ആക്രമണം ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല. റഷ്യയുടെ ഡ്രോൺ മിസൈൽ പ്രഹരമില്ലാത്ത പുലർക്കാലം കഴിഞ്ഞ 3 വർഷത്തിനിടെ ഉക്രൈനിൽ അപൂർവമാണ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് റഷ്യ ആക്രമണ വീര്യത്തിന് ഇന്ധനമായെന്ന് മാത്രം. ഉക്രൈനിലെ ജനവാസ മേഖലകൾ ഭീതിയിലാണ്. ഡസൻ കണക്കിന് സിവിലിയന്മാർ കൊല്ലപ്പെട്ടു. പുലർച്ചെ 479 ഡ്രോണുകളും 20 മിസൈലുകളുമാണ് കഴിഞ്ഞ ദിവസം യുക്രൈന് നേരെ റഷ്യ തൊടുത്തത്. 277 ഡ്രോണുകളും 19 മിസൈലുകളും ഉക്രൈനിലെ പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു. ഒരാൾക്ക് പരിക്കുമേറ്റു. ഇനി ഈ ആക്രമണങ്ങളൊക്കെ കണ്ടിട്ട് ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിനുള്ള റഷ്യയുടെ തിരിച്ചടിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. തിരിച്ചടി പദ്ധതി റഷ്യ അണിയറയിൽ തയ്യാറാക്കുകയാണ്. സമയവും സന്ദർഭവും ഒത്തുവരുമ്പോൾ പ്രയോഗിക്കും. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിലൂടെ ഒന്നുറപ്പായി, യുദ്ധത്തിന് ഉടനൊന്നും ഒരു ശമനം പ്രതീക്ഷിക്കേണ്ട. മധ്യസ്ഥത വഹിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും അതറിയാം. അദ്ദേഹം ഒന്നും മിണ്ടില്ല. ട്രംപ് റഷ്യയെ അനുനയിപ്പിച്ച വെടിനിർത്തൽ ശ്രമങ്ങൾ ട്രാക്കിലാക്കി വന്നപ്പോഴാണ് ഉക്രൈന്റെ കടും കൈ. എല്ലാം കുളമായി. ഇനി കുറച്ചുനാൾ കുട്ടികളെപ്പോലെ അവർ പരസ്പരം പോരടിക്കട്ടെ. പറയുന്നത് ട്രംപാണ്. പുടിൻ അണുവായുധം പ്രയോഗിക്കുമോ എന്നും ട്രംപ് സംശയിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് റഷ്യ വടി കൊടുത്ത് അടി വാങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും. റഷ്യയുടെ ഉള്ളിലേക്ക് കയറിയുള്ള ഉക്രൈൻ്റെ ആക്രമണം റഷ്യ ഒരിക്കലും പൊറുക്കില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ യാഥാർത്ഥ്യം ഉക്രൈന് നന്നായി അറിയാം. അതുകൊണ്ട് റഷ്യയുടെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ള ആശങ്ക നല്ല രീതിയിൽ ഉക്രൈനുണ്ട് എന്നുള്ളതാണ്. ഇനി എന്താകും വരാൻ പോകുന്നത് എന്നുള്ളത് കണ്ട് തന്നെ അറിയണം. ഉക്രൈന് നേരെ റഷ്യ ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ഒറ്റ രാത്രി കൊണ്ട് 479 ഡ്രോണുകൾ വിക്ഷേപിച്ചത്. വെടിനിർത്തലിനുള്ള ഉക്രൈൻ്റെ അപേക്ഷ റഷ്യ നിരസിച്ചു. പിന്നാലെയാണ് പുതിയ ആക്രമണം. 20-ലധികം മിസൈലുകളും ഉക്രൈന് നേരെ പ്രയോഗിച്ചിരുന്നു. മിസൈലുകൾ ഉക്രൈൻ സേന വെടിവെച്ച് വീഴ്ത്തിയതായി സേന തന്നെ പറയുന്നുണ്ട്. റഷ്യയുടെ ആക്രമണത്തിൽ ഉക്രൈനിലെ നിരവധി പ്രദേശങ്ങൾ തകരുകയും വലിയ നഷ്ടം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ ഉക്രൈന് നേരെ റഷ്യ തുടർച്ചയായി ആക്രമണം നടത്തിയിരുന്നു. ഇതിന് ഉക്രൈൻ ശക്തമായ മറുപടി നൽകുകയും ചെയ്തു. റഷ്യൻ ഡ്രോണുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ വ്യോമാക്രമണം നടത്തിയതായും തുടർന്ന് ഫാക്ടറിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും ഉക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നുണ്ട്. അതേസമയം യുക്രൈൻ മിസൈൽ ഡ്രോൺ ആക്രമണം വളരെ സൂക്ഷിച്ചാണ് റഷ്യ തിരിച്ചടി നൽകുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. റഷ്യൻ വ്യോമസേനാ താവളങ്ങളിലേക്ക് ഗറില്ല ശൈലിയിൽ യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയായി കീവ് ഉൾപ്പെടെ 9 പ്രദേശങ്ങളിലേക്കാണ് മിസൈലുകളും ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ച് ആക്രമണം ശക്തമാക്കിയത്. വളരെ സൂക്ഷിച്ച് നടത്തിയ പ്രഹരമെന്ന് വേണം പറയാൻ. 40ഓളം മിസൈലുകളും 400ഓളം ഡ്രോണുകളും റഷ്യ ഉപയോഗിച്ചു എന്ന് ഉക്രൈൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കുന്നു. എന്നാൽ 4 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ. ഇത്ര വിപുലമായ പ്രഹരത്തിൽ ഇതിലധികം സംഭവിക്കാവുന്നതാണ്. കൊല്ലപ്പെട്ടവർ റിലീഫ് പ്രവർത്തകരാണെന്ന് ഉക്രൈൻ ഭരണകൂടം പറയുന്നു. വളരെ സൂക്ഷിച്ച് സൈന്യവുമായി ബന്ധപ്പെട്ട സങ്കേതങ്ങൾ മാത്രമാണ് റഷ്യ ലക്ഷ്യമാക്കിയതെന്ന് കരുതാം.
ഇതിനു മുൻപ് നടന്ന മിക്ക മിസൈൽ ആക്രമണങ്ങളും നഗരങ്ങളിൽ സാധാരണക്കാർ പാർക്കുന്ന പ്രദേശങ്ങൾ തകർത്തതായാണ് ഉക്രൈൻ ആരോപിക്കുന്നത്. മിസൈൽ ബോംബ് ആക്രമണങ്ങളിൽ കൗണ്ടർ ഫോഴ്സ് പ്രഹരവും കൗണ്ടർ വാല്യൂ പ്രഹരവുമുണ്ട്. കൗണ്ടർ ഫോഴ്സ് എന്നാൽ ശത്രുവിന്റെ സൈനിക കേന്ദ്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും ലക്ഷ്യമാക്കുക. കൗണ്ടർ വാല്യൂ എന്നാൽ ശത്രുവിന്റെ നഗരങ്ങളെയും വ്യവസായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കുക. ഇവിടെ കൗണ്ടർ ഫോഴ്സ് നയം മാത്രമാണ് സ്വീകരിച്ചതെന്ന് കരുതാം. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണവും ഇതേ ശൈലിയിലായിരുന്നു. റഷ്യയുടെ സൈനിക വിമാനത്താവളത്തിലെ ബോംബർ വിമാനങ്ങൾ മാത്രമാണ് തകർത്തത്. അതുമൂലമുണ്ടായ നാണക്കേട് മാറ്റിയെടുക്കാനുള്ള ഒരു ആക്രമണം മാത്രമാണ് റഷ്യ ഇപ്പോൾ നടത്തുന്നത് എന്ന് വേണം കരുതാൻ. റഷ്യയുടെ പ്രതികാരം തുടരുകയാണ്. വെറുതെ ഇരുന്ന റഷ്യയെ ഉക്രൈൻ പോയി ചൊറിഞ്ഞതാണ്. പല നഗരങ്ങളിലും കനത്ത ബോംബാക്രമണമാണ്. മിസൈൽ ആക്രമണങ്ങളിൽ കീവ് നടുങ്ങി എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ജൂൺ 1 ആക്രമണത്തിന് പ്രതികാരമായാണ് റഷ്യ തുടർച്ചയായി ഉക്രൈനെ ആക്രമിക്കുന്നത്. ഉക്രൈനിലെ വിവിധ നഗരങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഈ ആക്രമണങ്ങളിൽ റഷ്യ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനുള്ളിൽ 500-ലധികം ഡ്രോണുകളും 80ഓളം മിസൈലുകളും ഉപയോഗിച്ച റഷ്യ ഉക്രൈനിലെ പല നഗരങ്ങളെ ആക്രമിച്ചു. ഉക്രൈനിലെ കിഴക്കൻ നഗരമായ ഖാർക്കിവിലാണ് റഷ്യ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. അതിൽ കുറഞ്ഞത് 3 പേർ കൊല്ലപ്പെടുകയും ഒരു കുട്ടി ഉൾപ്പെടെ 22 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നു. ഇതുവരെ ഉള്ളതിൽ വച്ച് ഏറ്റവും ശക്തമായ ആക്രമണങ്ങളിൽ ഒന്നാണ് ഈ ആക്രമണം. ശനിയാഴ്ചയാണ് ഈ ആക്രമണം നടന്നത്. ഈ ആക്രമണത്തിൽ ബഹുനില റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണം ഘടിപ്പിച്ചത്. ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ 40 ഡ്രോണുകൾ, 1 മിസൈൽ, 4 ഗൈഡ് ബോംബുകൾ എന്നിവ ഉപയോഗിച്ചു. ഇത് നിരവധി കെട്ടിടങ്ങൾക്ക് തീപിടിക്കാനും തകരാനും കാരണമായി. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. റഷ്യയുടെ പ്രധാന ആക്രമണം ഒരു സിവിലിയൻ വ്യാവസായിക മേഖലയെ കേന്ദ്രീകരിച്ചിരുന്നുവെന്ന് പ്രവിശ്യയുടെ ഗവർണർ ഒലെഗ് സിന്യൂബോവ് പറയുന്നു. കൂടാതെ ഉക്രൈന്റെ വിവിധ ഭാഗങ്ങളിൽ റഷ്യ ആകെ 206 ഡ്രോണുകളും 9 മിസൈലുകളും തൊടുത്തുവിട്ടതായി ഉക്രൈൻ സൈനിക ഇന്റലിജൻസ് സമ്മതിക്കുന്നു. ഉക്രൈൻ സൈന്യം റഷ്യയുടെ 87 ഡ്രോണുകൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും 80 എണ്ണം ഇലക്ട്രോണിക് യുദ്ധ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർവീര്യമാക്കിയെന്നും അറിയിച്ചു. കൂടാതെ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ഭയാനകമായ ആക്രമണമാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. റഷ്യ തുടങ്ങിക്കഴിഞ്ഞു. ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. 1.5 വർഷത്തെ ഉക്രൈൻ്റെ പദ്ധതി ആഴ്ചകൾ കൊണ്ട് റഷ്യ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പുടിൻ്റെ മൗനം വലിയ രീതിയിലുള്ള ചില ലക്ഷ്യങ്ങൾക്കാണ് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. റഷ്യ ആരംഭിച്ചു കഴിഞ്ഞു. യുക്രൈനെ പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് റഷ്യയുടെ ഏറ്റവും വലിയ നീക്കങ്ങളിലൊന്ന്. ട്രംപ് പോലും ഇടപെട്ടാൽ റഷ്യയെ ഇനി പിടിച്ചു നിർത്താനാകില്ല എന്നുള്ളത് ട്രംപിനും മനസ്സിലായതുകൊണ്ടാണ് ഇത്തവണ മധ്യസ്ഥത എന്ന നുണയുമായി ട്രംപ് രംഗത്തെത്താത്തത്. നരേന്ദ്രമോദിയെപ്പോലെ തന്നെ പുടിനെയും ട്രംപിന് ഭയമാണ്.